ഹായ് ഗൈസ്, ഈ ക്ലാസിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഗിരീഷിൻ്റെ വണ്ടിയാണ്. അദ്ദേഹം പോലീസിലാണ് വർക്ക്. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് എന്നെ വിളിക്കുന്നത്. ജി നമസ്കാരം. നമസ്കാരം. ഞാനൊരു കാര്യം, ബുള്ളറ്റിനെ സംബന്ധിച്ച് ഒരു സംശയം ചോദിക്കാൻ വിളിച്ചത്. അതിന്റെ കീ സെറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റണ്ണിങ്ങിൽ തന്നെ നിന്നോളൂ. അപ്പൊ കീ സെറ്റ് ലൂസ് പോലെ അങ്ങനെ എന്തോ സംഭവം, അപ്പൊ മൊത്തത്തിൽ മാറണോ? എങ്ങനെയാ അത്? മറ്റേ താക്കോലിടണ സംഭവം അല്ലേ? അതെ. നമുക്കൊന്ന് അഴിച്ച് സർവീസ് ചെയ്താ ശരിയാവും ചിലപ്പോ. ആണോ? അതല്ലേ ഈ താക്കോല് മാറിപ്പോവും. വേറെ അതെ, എല്ലാത്തിന്റെയും മാറിപ്പോവും. ഇതൊരെണ്ണം സെപ്പറേറ്റ് കൊണ്ടുവരും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു. വണ്ടി കൊണ്ടുവന്ന് ഞാൻ അപ്പോൾ അത് അഴിച്ചു. അപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ട് ഈ പ്ലേറ്റിൻ്റെ നടുക്കത്തെ ആ ഒരു ഇതിൽ കണ്ട ഒരു ഗ്രൂവ് വന്നേക്കുന്നത്. അപ്പോൾ ആ ഗ്രൂവിൽ വരുമ്പോഴത്തേക്കും കോൺടാക്റ്റ് മര്യാദയ്ക്ക് കിട്ടാണ്ട് വരും. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനത് സോൾഡർ ചെയ്തിട്ട് ലെഡ് വെച്ച് ഒരുക്കി കറക്റ്റ് ചെയ്ത് ഒഴിച്ചിട്ട് പേപ്പറിൽ കറക്റ്റായിട്ട് ഉരച്ച് ഫിനിഷ് ചെയ്ത് ആ ലെവലിലാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതെടുത്ത് ഉരച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം കണ്ടോ ഇപ്പോൾ ഒരു ലെവലായിട്ടുണ്ട്, പക്കയായിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ മറ്റേ പ്ലേറ്റ് ഉണ്ട്, ആകെ തുരുമ്പൊടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് WD-40 അടിച്ച് ക്ലീൻ ചെയ്തിട്ട് ശരിക്കും വേസ്റ്റൊക്കെ വെച്ച് തുടച്ച് മാക്സിമം പക്കയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇത്തിരി ഗ്രീസ് ഇട്ടിട്ട് ആണ് സെറ്റ് ചെയ്തത്. കാരണം അതിലാണ് മറ്റേ ഇത് വർക്ക് ചെയ്യുന്നതല്ല, ലോക്കൽ ടിക് ഓണാവും ഓഫാവും ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു കറക്റ്റ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അകത്താണ്. അപ്പോൾ അത് ലൂബ്രിക്കേഷൻ വേണം, അതിൽ ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതും കറക്റ്റ് ചെയ്തു. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം കീട്ടിട്ട് തിരിച്ച് അത് പൊസിഷൻ അങ്ങോട്ടും മാറിപ്പോയിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ തിരിയില്ല. അപ്പോൾ രണ്ടാമത് ഒന്ന് ഊരിയിട്ട് കഴിയുമ്പോഴത്തേക്കും അത് കറക്റ്റ് പൊസിഷൻ വരും. അതേമാതിരി തന്നെ ഇതിൻ്റെ മുകളിലത്തെ പ്ലേറ്റ് അതിനും വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരു ഗാഡിയിൽ വീഴില്ല, തിരിച്ചിടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വീഴും. ഒരു ഗാഡി വലിപ്പം കൂടിയതൊരു ഗാഡി വലിപ്പം കുറഞ്ഞതാണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രൂ ഇട്ട് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കയറ്റി പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് വെറുതെ ഒന്നഴിച്ചൊന്ന് ക്ലീൻ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ അത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തമായിട്ട് കീയൊക്കെ മാറ്റി ഇതാകുമ്പോഴത്തേക്ക് കീ മൊത്തം മാറിപ്പോവും. ടാങ്കിൻ്റെയും എല്ലാം വേറെ സെപ്പറേറ്റ് കീ ഇടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇതേമാതിരി ഒന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ചെയ്ത് നോക്കിയാൽ വളരെ നല്ലതായിരിക്കും അത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പക്കയാണ്, കുഴപ്പമൊന്നുമില്ല. അതേമാതിരി കണ്ടോ ഈ കപ്ലറിലും ഇത്തിരി ക്ലാവ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും WD-40 അടിച്ചിട്ട് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് മിനിക്കിട്ടാണ് ഇട്ടത്. അതിലും ഒരു കോണ്ടാക്റ്റ് കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അതും അതേമാതിരി തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. WD-40 പറഞ്ഞാൽ എല്ലാ ജോയിൻസിലും വയറിൻ്റെ കപ്ലറിലൊക്കെ അടിച്ചു കൊടുക്കണം, നല്ലതായിരിക്കും. അതേമാതിരിയൊക്കെ ഒന്ന് കോൺടാക്ട്സ് എന്തെങ്കിലും കിട്ടാണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ WD-40 അടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയിരിക്കും കേട്ടോ. അതേമാതിരി തുരുമ്പളയാനും എല്ലാത്തിനും WD-40 വളരെ നല്ലതാണ്. ഇപ്പോൾ അതേമാതിരി ഒറ്റയടിക്കാൻ വണ്ടി സ്റ്റാർട്ടായി, കുഴപ്പമൊന്നുമില്ല. മറ്റേത് ആംബിയർ കറക്റ്റായിട്ട് കാണിക്കില്ലായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണാക്കുമ്പോൾ ആംബിയർ കാണിക്കില്ല, ലൈറ്റൊന്നും മറിക്കില്ല. ഇതിപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓടിച്ച് നോക്കി, വേറെ പ്രശ്നമൊന്നുമില്ല. മറ്റേ ഓട്ടത്തിൽ നിന്ന് പോകുമെന്നാണ് പറഞ്ഞിരുന്നത് ഗിരീഷ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്ര നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.